നിങ്ങളെ കൊറേ ആൾക്കാർക്ക് നമ്മളെ ചെക്കനോടൊരു പുച്ഛം, വിരോധം, മൊത്തത്തിലേന് കളിയാക്കല്, പരിഹസിക്കല്, ഇരട്ടപ്പേരിട്ട് വിളിക്കല്. എന്തായി നിങ്ങളെന്താ കുട്ടിപ്പാന്നൊക്കെ വിളിച്ചില്ലേ? കുട്ടിപ്പാന്ന് വിളിച്ച കളിയാക്കല, സ്നേഹത്തോടെ അങ്ങനൊന്നല്ല. നിങ്ങള് കളിയാക്കല ഇവിടെ എല്ലാരും കുട്ടിപ്പാന്ന് വിളിച്ചില്ല. അങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ല അല്ലെ? നമ്മളെ ബരീത്തെ ചെറിയ കുട്ടീനല്ലേ വിളിച്ചാ, സ്നേഹത്തോടെ വിളിച്ചതല്ലേ? പ്രശ്നമാക്കിയാലോ? അത് മറ്റൊരു അർത്ഥത്തിലാണെങ്കിൽ വിളിച്ചത്. എന്നിട്ട് എല്ലാവർക്കും ഉള്ള മറുപടി മൂപ്പര് തന്നോ തന്നില്ലേ? മോഹിത് ശർമ്മ ലാസ്റ്റ് മോഹിത് ശർമ്മ പറഞ്ഞാല് നിങ്ങൾ സ്ലോ ബോളുകളിലൂടെ കളി തിരിക്കാൻ കെൽപ്പുള്ള ആള്, നിങ്ങൾ തന്നെ സ്വയം പൊക്കി വെച്ച ആളുകളാണ് മോഹിത് ശർമ്മ. മോഹിത് ശർമ്മ ഞങ്ങളെ പലപ്പോഴും കഴിഞ്ഞ ഫൈനലിൽ ഞങ്ങളെ തോൽപ്പിച്ച 73 റണ്ണാണ് മൂപ്പര് വാങ്ങിയത്. 73 റണ്ണ് ഇടക്കുണ്ടാണ്ട്. അതാണ് പന്തിന്റെ കാര്യത്തിൽ വരുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് എന്നുള്ളൂ. പന്ത് നല്ല സൂപ്പർ ആയിട്ട് കളിച്ചു. അത് നിങ്ങൾക്ക് എന്താണ് അംഗീകരിക്കാൻ കുറച്ച് ഉറപ്പന്നല്ലേ? 340 മേലെ റണ്ണായില്ലേ മൂപ്പർക്ക്. ഇപ്പോ മൂപ്പർ സ്ഥിരത ഉണ്ട്, സ്ഥിരതയോടുകൂടി ഇപ്പൊ കളിക്കുന്നുണ്ട്. വേൾഡ് കപ്പ് ടീമിലേക്ക് എന്തുകൊണ്ട് അർഹത ഉണ്ട് സ്ട്രൈക്ക് റേറ്റ് നോക്കിയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാലും മൂപ്പർ ഉഷാറായിട്ട് വിക്കറ്റ് കീപ്പർമാരിൽ, ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിലും മൂപ്പർ ഉഷാറായിട്ട് വരുന്നുണ്ട്. അത് മതി ടീമിൽ ഇടം നേടാൻ. അതല്ലേ വേണ്ടിയത്. ജയിച്ചത് പന്താണ്, അത് ഞങ്ങളെ ടീം ജയിച്ചു. അല്ല, ഞാന് പന്തിനെ പുച്ഛിച്ച ആളുകളെ കാര്യമാണ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. കാരണം പന്ത് നിങ്ങളിപ്പോ ഡീസിനല്ലേ പൊതുവിൽ കളിയാക്കല്, പന്തിനെ മാത്രമാണല്ലോ പൊതുവിൽ കളിയാക്കല്. അതിനുള്ള മറുപടി പന്ത് തന്നു. പിന്നെ ഡീസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സൂപ്പർ ആയിട്ട് നല്ല കളിച്ചു. അക്സർ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷെ അക്സർ പട്ടേലും പന്തും കൂടി എന്തോ ഭാഗമൊന്നുമല്ല മൂപ്പര അതുകൊണ്ട് തന്നെ മൂപ്പര നേരത്തെ ഈ ആങ്കർ റോളിൽ കളിക്കാൻ വേണ്ടിയാണ് നേരത്തെ കളിച്ചത്. അല്ല, നേരത്തെ ഇറക്കിയത്. അത് സൂപ്പറായിട്ട് കളിച്ചു, പന്ത് കളിച്ചു. പിന്നെ സ്റ്റെപ്സ് ലാസ്റ്റ് വന്നാണ്ട് അടിയോടി അടി. നിങ്ങളെ ക്യാപ്റ്റൻ എവിടെയാണ് ഞാൻ പറഞ്ഞുതരാം. ആ റാഷിദ് ഖാന്റെ അടി ബൗണ്ടറിയിൽ നിന്നിട്ട് സ്റ്റെപ്സ് മേലൊക്കെ തട്ടിയാണ്ട് 6 ആയത്ത് കിട്ടിയില്ല. ആ ഒറ്റ കാര്യത്തിൽ നിങ്ങൾ ജയിച്ചിട്ടുള്ളൂ. നിങ്ങൾ ജയിച്ച വർത്താനം പറഞ്ഞ നിങ്ങൾ 40 റൺ ജയിച്ചു. 4 റണ്ണിനാണെങ്കിലും 4 റണ്ണിനാണെങ്കിലും 40 റണ്ണിനാണെങ്കിലും ഡേവിഡ് മില്ലർ അടിച്ചു തുടങ്ങിയോളൂ. നിങ്ങൾ ബേജാറായി. സമയത്ത് എന്തോ ഭാഗ്യത്തിന് കഴിച്ചില്ലായി. അത് അടിച്ച് പറത്താൻ പറ്റിയ ബോളില് മൂപ്പർക്ക് ആകെ സങ്കടമായിട്ട് ഹെൽമെറ്റ് ഇങ്ങനെ അടിച്ചിട്ട് റാഷിദ് ഖാൻ ഉസാറായിട്ട് നിങ്ങളെ വിറപ്പിച്ചു. അതായത് 5 ഓവറിൽ 97 റണ്ണോളം വണ്ടിന്നില്ലേ? എന്നിട്ട് എത്ര റണ്ണ് ഞങ്ങൾ തോറ്റ്? ഞങ്ങൾ ജയിച്ചു. അതാണ് വമ്പൻ ജയം നേടി. വമ്പൻ ജയം നേടിയാലും അല്ലെങ്കിലൊക്കെ പോയിന്റ് കിട്ടണ ഒന്നാണല്ലോ ജയത്തിന്. പിന്നെ എന്നാൽ നിങ്ങളെ ക്യാപ്റ്റനത്തിനെ പറ്റുക. അതാണ് ഞാൻ പറയാൻ പറ്റുന്നത്. കഴിഞ്ഞ കളിയില് 4 വിക്കറ്റ് എടുത്ത് തിളങ്ങിയ സായി കിഷോറിനെ കൊണ്ടുവന്നപ്പോഴാണ് 19ാമത്തെ ഓവറിൽ. അതേമാതിരി ആ വാരിയർ അവിടെ സൂപ്പറായിട്ട് എറിഞ്ഞില്ലേ? എന്നിട്ട് ലാസ്റ്റ് ഓവർ എന്തുകൊണ്ട് മോഹിത് ശർമ്മക്ക് കൊടുത്തു. പ്രൂവ് ചെയ്തു, കണ്ടു. എത്ര റണ്ണ വാങ്ങി? 30ന്റെ മേലെ റണ്ണ വാങ്ങി. നിങ്ങളെ ക്യാപ്റ്റന് ഒന്നിനും പറ്റൂല. ഞങ്ങളെ ക്യാപ്റ്റൻ എന്ത് ക്യാപ്റ്റൻ പോയതാണ്. അത് പറഞ്ഞു പോയതാണ്. ഹാർദിക് പാണ്ഡ്യ ഞങ്ങളെ ഓരോരുത്തർ ഇങ്ങനെ ചാക്കിട്ട് പിടിച്ചാൻ വേണ്ടി ചാക്കിട്ട് ഇടന്നാൽ ഇവിടെ പലരും അങ്ങനെയാണ് ചാക്കിട്ട് പിടിച്ചു കൊണ്ടുപോലല്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു? അതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഇവിടെ നെഹ്റുണ്ട്, സൂപ്പറാണ്, കോച്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഡീസിന്റെ ഒഫീഷ്യൽ ചണ്ടങ്ങളാണ്. 2 കളി കളിച്ചു, 2 കളി അവിടെയും ഇവിടെയും നിങ്ങളെ കൊട്ടി. അപ്പൊ നിങ്ങളെ ചണ്ടായിട്ട് പ്രഖ്യാപിച്ചു.